ഹായ് ഡിയേഴ്സ്, സാരിയാണ് ഫ്രം AARISherbalhaircare. നമ്മൾ 2-3 ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒത്തിരി പേര് പറയാറുണ്ട് മുടി പൊട്ടിപ്പോകുന്നു, താരനുണ്ട്, കൊഴിച്ചിലുണ്ട്, കെമിക്കൽ ഷാംപൂസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഷാംപൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മാസം വരെ നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം, പൈസയൊന്നും ചിലവില്ലാതെ വീട്ടിൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരടിപൊളിയായിട്ടുള്ള ഒരു ഷാമ്പു ആണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. തലയിൽ താരൻ പോകും, അതുപോലെ ചൊറിച്ചിലൊന്നും ഇല്ലാതാക്കും, തലക്ക് നല്ല തണുപ്പ് നൽകാനും കൂട്ടത്തിൽ മുടി നന്നായിട്ട് വളരാനും പൊട്ടിപ്പോകുന്നത് ഇല്ലാതാക്കാനും ഒക്കെയുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെ പറയാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി കഥകളും കാര്യങ്ങളും ഒന്നും പറയാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 2 സ്പൂൺ ഉലുവയാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഉലുവ ഞാൻ നന്നായിട്ട് കഴുകി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സംഭവത്തിൽ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തേക്കുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ്. ചെമ്പരത്തിയുടെ ഇലയേക്കാൾ നല്ലത്, ഒരുപാട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പൂവാണ് കേട്ടോ. അപ്പോൾ പൂവുണ്ടെങ്കിൽ പൂവ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പൂവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഇല ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ പുറത്തുനിന്ന് ഷാമ്പൂസ് ഒന്നും മേടിക്കേണ്ട, ഇത് യൂസ് ചെയ്താൽ മതി. മുടി നല്ല ഭംഗിയിൽ നല്ല തിക്കും നല്ല രസത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഇല നന്നായിട്ട് കഴുകി, ഒരു പിടി ഇലയാണ് എടുത്തിട്ടുള്ളത്, കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഉലുവയുടെ ആ ഒരു മിക്സി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട്, ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല പതഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്പരത്തിയുടെ സംഭവമൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ഇനി പറയും ചെമ്പരത്തിയുടെ ഇല കിട്ടാൻ വഴിയില്ല, വീട്ടിലൊന്നുമില്ല, പഴയ കാലത്താണ് ചെമ്പരത്തിയൊക്കെ ഉള്ളത്, ഇപ്പം ഇല്ല എന്ന് പറയാറുണ്ട്. അതിനൊക്കെ ഒരു പണി ഞാൻ പറഞ്ഞുതരാം. എനിക്കും ചെമ്പരത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ചെമ്പരത്തിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയൊക്കെ പറിച്ചു വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളിനി ചെമ്പരത്തിയുടെ ആ ഒരു ഇല അന്വേഷിച്ച് നടന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മുടിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം, അല്ലാണ്ട് വഴിയൊന്നും ഇല്ല അല്ലേ. അല്ലാതെയും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ തട്ടും തരിയൊക്കെ ഉണ്ടാവും, പിന്നെ ഒരുപാട് വെള്ളത്തിൽ കഴുകി കളയണം. അപ്പോൾ ഇതേ ഞാൻ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് നല്ല ഷാമ്പു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ചിട്ട് ഒരു മസാജിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരീസ് ഹെയർ കെയർ ഹെർബൽ ഓയിലാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് എന്താ പറയുക, ബുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഓയിലാണ്. മുടി ഒഴിച്ചിൽ നിൽക്കാനും മുടി തഴച്ച് വളരാനും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ തന്നെ സ്വന്തം കൈകൊണ്ട് ഒരുപാട് പച്ചമരുന്നൊക്കെ ഉപയോഗിച്ച് കരിഞ്ജീരകം ഉലുവ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് സാധാരണ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത് പോലെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. മറക്കാണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം AARISherbalhaircare. താങ്ക് യു.